going to മൂന്നാർ അറ്റ് ലാസ്റ്റ്. കുറേ നാളത്തെ പ്ലാനിങ്ങുകൾക്ക് ശേഷം ഗ്രൂപ്പിൽ നമ്മൾ പോണം എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ പോകണം എന്ന് വിചാരിച്ച് കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. ഫൈനലി ഇന്നാണ് അത് സംഭവിക്കുന്നത്. ഇന്ന് സംഭവിക്കും എന്ന് താങ്കൾ വിചാരിച്ചിരുന്നോ? എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ സത്യം. നമ്മുടെ ആൾക്കാരായതുകൊണ്ട് ഇന്നത് സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ചതല്ല. ബട്ട് ഫൈനലി വി മേഡ് ഇറ്റ്. സോ യാ, ഇപ്പോൾ സമയം ഒരു 9 മണി, രാവിലെ 8:30 ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തു. ആസ് യൂഷ്വൽ 9 മണിക്കെങ്കിലും നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളെ ഗ്യാങ്ങിനെ ഫുൾ നമ്മളൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു മൂന്നാർ. എക്സൈറ്റഡ് ആണോ? അത്രയും വേണ്ട, കുറച്ച്. ഓക്കെ ഗൈസ്, സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എന്താ ട്രിപ്പിന്റെ അഭിപ്രായം? കേക്ക് വിറ്റ കാശ് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സക്സസ് പാർട്ടിയാണ് ഈ ട്രിപ്പ്. അല്ലാണ്ട് സർഫേസ് പിരിഞ്ഞു പോകുന്നതിന്റെ ദുഃഖമല്ല. എക്സൈറ്റഡ് ആണോ ഗൈസ്? അതെ അതെ, കാരണം ഡ്രൈവ് ചെയ്യുന്നത് സൂപ്പർ എക്സൈറ്റഡ്. ഇത് വേറൊരു വ്ളോഗർ ആണ് ഗൈസ്. നിന്റെ പേജ് ആണെങ്കിൽ പറഞ്ഞോ. പേജ് ഇല്ല. White Papaya. For more videos, follow White Papaya. മിച്ചർ മീഡിയയുടെ മുതലാളി നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഉണ്ടോ? നമ്മൾ വണ്ടി നിർത്തി ഓറഞ്ച് മേടിക്കാം. ഓറഞ്ച് തിന്നുന്നത് എന്ത് ഇവിടെ നിർത്തിയതിന്റെ ഉദ്ദേശം? കൊക്കോ പാമ്പാണോ? ചായ കുടിക്കാൻ നിർത്തിയതാണ് ഗൈസ്. ഇവിടെ വ്ളോഗർമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. മെയിൻ വ്ളോഗർ നിഷാദ്. ഇതെന്താ? ഉണ്ടോമൊരി. ദിസ് ഇസ് സുഗിയൻ. പരിപ്പോടെ ഉണ്ട്. നിനക്ക് എന്താ വേണ്ടേ? കുടിക്കാൻ കേറിയിട്ട് എന്ത് സംഭവിച്ച സർപ്രൈസ്? ചായ കുടിച്ചു. ഫുഡ് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ലഞ്ച് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചു ഗൈസ്. നല്ല ചോറും മീനും, വെജിറ്റബിൾ കറി, മീൻ കറി, രസം, സാമ്പാർ, മോര്. എന്തുകൊണ്ടാണ് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചത്? ചോറ് കഴിക്കുന്നില്ല നാടനായിട്ട്? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കണോ? പ്രകൃതി രമണീയമായ റിസോർട്ട്. ഇതില് 2 റൂംസ് വരുന്ന രീതിയിൽ. ദിസ് ഇസ് അവർ വില്ല ഐ ഗസ്. ഇതാണ് റൂം. We have a short balcony here. ചെറിയ ബാൽക്കണി. ഈ ബാൽക്കണി നോക്കി അപ്പുറത്തെ റൂമിലെ ബാൽക്കണി കാണാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യു ക്യാൻ സീ എ ഹോൾ ഹിയർ. സെക്കൻഡ് റൂം. റൂം ഇഷ്ടപ്പെട്ടോ? ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇഷ്ടപ്പെട്ടോ? കുറച്ച് ബാക്കി ഇഷ്ടപ്പെട്ടില്ല. എന്താ? ഒരു വൈബില്ല.
റൂം കൊള്ളൂല എന്നാണ്. നീയാണ് റൂം എടുത്തത്, റൂം പോരാന്നാണ് എല്ലാവരും അഭിപ്രായം. റൂം നല്ല കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പൂളുണ്ട്, ബാക്കി നമ്മൾ നിന്നിട്ട് ബാക്കി സർവീസ് എല്ലാം നോക്കി നല്ലതാണെങ്കിൽ നമ്മൾ ഈ റിസോർട്ടിന്റെ പേരൊക്കെ പറയാം. ആണെങ്കിൽ നല്ലതാണെങ്കിൽ മാത്രം. നമ്മൾ ഇനി നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും കൊടുക്കൂല. പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല റിസോർട്ട് ആണെങ്കിൽ സ്റ്റേ ഒക്കെ അടിപൊളിയാണെങ്കിൽ നമ്മൾ റിസോർട്ടിന്റെ പേര് പറയാം. അങ്ങനെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. ഇനി എന്താ പരിപാടി? ഇന്ന് നമുക്ക് ഇനി റിസോർട്ട് ഒന്ന് കറങ്ങി കാണാം. എന്താ അവസ്ഥ? കറങ്ങാണ്ട് നടന്നു പോകാൻ പറ്റും. കറങ്ങി കണ്ടാ തലവേനാവില്ലേ? വരണത് ഇതാണ് വില്ലയുടെ ഒരു ആംബിയൻസ്. വി ആർ ഗോയിങ് ടു സീ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂള് ചെറുതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഞാൻ ആദ്യം ബുക്ക് ചെയ്ത സ്ഥലത്തിന് നീ എന്താ പറഞ്ഞത്? ഒരാൾക്ക് ചാടാൻ സ്ഥലമില്ലല്ലോ അത്. പിന്നെ ഇൻഫിനിറ്റി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫോർമേറ്റ്. നിന്റെ കൊറേ മീമ് വരും, നോക്കിക്കോ. കുളത്തിലിറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് കുളം ഉണ്ടാവണം. ഇതൊക്കെ എന്ത്? അവന്റെ കൊറേ മീം വരും, നോക്കിക്കോ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. സർഫാസ് ബുക്ക് ചെയ്ത ഇൻഫിനിറ്റി പൂള്. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് സ്നാക്സ് പോലെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വിൽ ബി ഒരു കാഴ്ച വെച്ചത്. കന്യക ഇത് ഏത് പോയാലും മത്സ്യം. ചിത്രവള്ളി പറമ്പിൽ മത്സ്യം. ഷട്ടിൽ കളിക്കാൻ പോകും. അതിന് മുന്നേ നമ്മൾ പൂളിൽ ഇറങ്ങും. പൂളിൽ ഇറങ്ങിയിട്ടായിരിക്കും ഷട്ടിൽ കളിക്കുക. ഓ യാ, ഷട്ടിൽ കളിക്കാൻ നല്ല ഏരിയ ഉണ്ട്. നമുക്ക് നല്ല ലൊക്കേഷൻ ഉണ്ട്. ഷട്ടിൽ കളിക്കാൻ നല്ല ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂൾ 8 മണി വരെ ഉള്ളു. ഷട്ടിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കളിക്കാം. അതുകൊണ്ട് അതാണ് സുജിത്ത് പപ്പേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പൂളിൽ ചാടിയിട്ട് നമ്മൾ ഷട്ടിൽ കളിക്കും. ഫ്രാങ്കിനാവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? ഇരുട്ടായി ഗൈസ്, ഫുൾ ഇരുട്ടായി. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിച്ച് ഇപ്പം എങ്ങോട്ടാ പോന്നെ? ഷട്ടിൽ കളിക്കാൻ നമ്മൾ പോകുന്നു. രാത്രി ആയപ്പോൾ നല്ല രസമുണ്ട്. ഈ ലൈറ്റില്ല, പക്ഷെ ഒരു ചെറിയ ഡിം ലൈറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ആരെയും കാണൂല. ഇനി അങ്ങോട്ടൊന്നും കാണാൻ സാധ്യതയില്ല. ഇല്ല, ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോകും. ഒരിഞ്ഞ ഷട്ടിൽ മാച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടിയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ഗെയിം നടക്കുന്നത്. സർ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി അലിബാബ ഡിന്നർ കഴിച്ചു. ഞങ്ങൾ ആര് വിജയിക്കും? ഇവര് 2 പേരും ടീമും ഞങ്ങള് 2 പേരും ടീമും. തെളിവായിട്ട് ഈ വീഡിയോ ഉണ്ടാവും. ആര് ജയിക്കും? ജയിക്കുന്നവർക്ക് എന്ത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇലിക്ക് വരുന്ന ഫുഡിന്റെ പകുതി. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് ചോദിച്ചോ? 10 മണി to 8 മണി. 8 മണി to 10 മണി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.
എന്താ താങ്കളുടെ പ്രശ്നം? ദർ വിൽ ബി എ ഡേ 2 ടുമോറോ. ടുമോറോ എന്താ പരിപാടി? ടുമോറോ എന്താ പരിപാടി? രാവിലെ നമ്മൾ പൂളി ചാടുന്നു. പൂളിച്ചാടലല്ല, രാവിലെ നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോകുന്നു. ഷട്ടിൽ കളിച്ചിട്ട് പൂളി ചാടുന്നു. ഷട്ടിൽ കളിച്ചോടെ ഫുഡ് കഴിക്കുന്നു. 10 മണിക്ക് പൂളിച്ചാടുന്നു, 11 മണിക്ക് കയറുന്നു, 12 മണിക്ക് വെക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ രാവിലെ എണീറ്റാൽ, രാവിലെ ആരും എണീക്കില്ല.